ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും വിടുതലും അനുഗ്രഹമായിരുന്നു എന്നറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ. അതായത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള വാക്യം. യെരുശലേമിൽ ആട്ടുവാതുക്കൽ ബെഥസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപം. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്ന യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നെന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സൊന്നുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പായി മറ്റൊരുത്തൻ ഇറങ്ങുന്നു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചത് 33 വർഷമാണ്. 33.5 വർഷമാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചത്, മനുഷ്യനായി ദൈവമായും ജീവിച്ചത്. പ്രിയ മക്കളെ, യേശു ജനിക്കുന്നതിന് മുമ്പ് മുതലേ ആ മനുഷ്യൻ 38 വർഷക്കാലമായി അവിടെ കിടക്കുകയാണ്. യേശു ഒരു ദിവസം അവനെ തന്നെ തേടി അവിടെ ചെന്നിട്ട് അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന്. അവനുടനെ ദൈവത്തോട് പറയുകയാണ്, എനിക്ക് വെള്ളം കലക്കുമ്പോൾ എന്നെ അതിനകത്തിറക്കാൻ ആരുമില്ല. അവൻ നടക്കാവുന്ന ഒരു വ്യക്തിയാണ്. എഴഞ്ഞോ നടന്നോ അവൻ എങ്ങനെയെങ്കിലും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവന് മുമ്പായിട്ട് ഓരോരുത്തരെ ഇറങ്ങും. ആ കുളം ബെഥസ്ത കുളം. ബെഥസ്ത എന്ന വാക്കിന്റെ അർത്ഥം കരുണയുടെ ഭവനം എന്നാണ്. ബെഥസ്ത മീൻസ് കരുണയുടെ ഭവനം. അവൻ കിടന്നത് ആട്ടുവാതിക്കലാണ്. യെരുശലേമിന് 12 വാതിലുണ്ട്. അതിലൊരു വാതിലാണ് ആട്ടുവാതിൽ. ആ ആട്ടുവാതിക്കലാണ് അവൻ കിടന്നത്. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ എത്ര ചർച്ചിന്റെ പുറകിൽ വന്നിരുന്നാലും ദൈവം തൊടേണ്ട സമയത്ത് നിങ്ങളെ തൊടും. സന്ദർശിക്കേണ്ട സമയത്ത് ദൈവം സന്ദർശിക്കും. ഞാൻ പുറകിൽ ഇരുന്നോളാം എന്ന് നിങ്ങൾ വിചാരിക്കും. ഇവൻ 38 വർഷക്കാലമായി അവൻ അവിടെ കിടക്കുന്നു. ദൈവം അവനെ തേടി അവിടെ ചെന്നപ്പോൾ അവനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. പക്ഷെ എനിക്കാരുമില്ല, എന്നെ കുളത്തിലിറക്കാൻ എനിക്കാരുമില്ല. പ്രിയ സഹോദര സഹോദരി, നീ വിധവയായിരിക്കാം, നീ അനാഥയായിരിക്കാം, നീയുമായിട്ട് ആർക്കും സംബന്ധമില്ലായിരിക്കാം. പക്ഷേ നമ്മളെ തേടി വരുന്ന ഒരു ദൈവമുണ്ട്. അവനാണ് നമ്മുടെ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ നീ സ്വന്തം രക്ഷകനാക്കി സ്വീകരിച്ച് നിന്റെ ഹൃദയം ദൈവത്തിന് തുറന്നു കൊടുത്ത്, ദൈവമേ, ഞാൻ ജീവിക്കുന്നെങ്കിൽ ഇനി നിനക്കായി ജീവിക്കും, മരിക്കുന്നെങ്കിൽ ഞാൻ നിനക്കായി മരിക്കുമെന്ന് ഒരു തീരുമാനമെടുത്ത് നീ മുൻപോട്ട് പോകും. നിന്നെ ദൈവം എല്ലാവിധത്തിലും അനുഗ്രഹിക്കും. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. അതുപോലെ തന്നെ നിത്യജീവനിലേക്ക് കടക്കുവാൻ ദൈവം നിന്നെ സഹായിക്കും. നമുക്ക് വേണ്ടിയത് നിത്യജീവനാണ്, നിത്യരാജ്യമാണ്. ആ നിത്യരാജ്യത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ഓടുന്നതും അധ്വാനിക്കുന്നതും. ഈ മണ്ഡപത്തിന് 5 മണ്ഡപം ചേർന്നതാണ് ഈ മണ്ഡപം. 5 നില, ഇങ്ങനെ 5 നിലയുണ്ട്. അതിൽ ആദ്യത്തെ നിലയിൽ കിടന്നത് വ്യാധിക്കാർ എന്ന് പറഞ്ഞാൽ പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവര്. പലവിധ രോഗങ്ങളാൽ BP കാണും, ഷുഗർ കാണും, കൊളസ്ട്രോൾ കാണും, അങ്ങനെ പലവിധ രോഗങ്ങളാൽ ശരീരം അപ്പടി ക്ഷീണിച്ച് മെലിഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് അതിനകത്ത് കിടക്കുന്ന വ്യാധിക്കാർ. അതുപോലെ തന്നെ ഒരു കൂട്ടര് കുരുടർ, അവരുടെ ആത്മീയ കണ്ണ് നഷ്ടപ്പെട്ടവരാണ്. അവരുടെ കണ്ണിനെ തുറക്കുന്നതിന് വേണ്ടി എല്ലാവരും ചേർന്ന്
പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയില് ഈ 5 മണ്ഡപത്തില് 5 കൂട്ടർ കിടന്നതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ സഭയില് ലോകത്തിൽ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ജനങ്ങൾ ചേരുന്നിടത്ത് ഈ 5 കൂട്ടരും ഓരോ സഭയിലുമുണ്ട്. വ്യാധിക്കാറുണ്ട്, കുരുടരുണ്ട്. അവരുടെ ആത്മീയ കണ്ണിനെ അടച്ച് ഇട്ടിരിക്കുകയാണ്. ആത്മീയ കണ്ണില്ലവർക്ക്. അവരുടെ ആത്മീയ കണ്ണിനെ തുറക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കർത്താവേ, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് അവരുടെ കണ്ണുകളെ തുറക്കണമേ. ആ ലുദിയായുടെ ഹൃദയത്തെ തുറന്ന ദൈവമേ, അവരുടെ ഹൃദയത്തെ നീ തുറക്കണമേ എന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ മർക്കോസ് 8:24 വാക്യം, അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. മർക്കോസ് 8:24 വാക്യം നിങ്ങൾ നോക്ക്. അനേകർ നമ്മുടെ സഭയിലുണ്ട്. പക്ഷേ അവരെ ഒന്നും കൂടെ ദൈവം തൊടണം. ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും കൂടെ തൊടണം. തൊട്ടെങ്കിൽ മാത്രമേ അവർ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണത്തുള്ളൂ. ഇല്ല എങ്കിൽ മുട്ടാത്തർക്കം പറഞ്ഞ് അടിയും പിടിയും നടത്തി അസമാധാനവും നടത്തി വീട്ടിലും അവർക്ക് സമാധാനമില്ല, സഭയിൽ വന്നാൽ സഭയിൽ സമാധാനമില്ല, വെളിയിൽ ഇറങ്ങിയാൽ വെളിയിൽ സമാധാനമില്ല. അങ്ങനെ കഴിയുന്ന ഒരു കൂട്ടരാണ് കുരുടർ. അങ്ങനെ ഒരു വർക്കം, അങ്ങനെ ഒരു ജാതി അവിടെ കിടന്നു, കുരുടർ. പിന്നെ മൂന്നാമത് കിടക്കുന്നത് കുരുടർ, മുടന്തർ. എത്ര ഓടിയാലും എത്തുന്നില്ല, എത്ര ഓടിയാലും എത്തുന്നില്ല. മുടന്ത് ന്യായം. പാസ്റ്റർ 1 പറയുമ്പോൾ അവർ 4 പറഞ്ഞ് ആ സഭയില് അസമാധാനം ഉണ്ടാക്കുന്നവർ. അച്ഛൻ 2 പറയുമ്പോൾ അവര് 10 പറഞ്ഞ് അവിടെ അസമാധാനം ഉണ്ടാക്കുന്നവർ. അങ്ങനെ ഒരു കൂട്ടരാണ് കുരുടർ. അവരെത്ര ഓടിയാലും എത്തുന്നില്ല. മുടന്ത് ന്യായമാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. പിന്നെ 4 അവിടെ കഴിയുന്നത് ക്ഷയരോഗികൾ. ക്ഷീണിച്ച സ്തോത്രം. അവരുടെ വായിന്ന് അങ്ങോട്ട് സ്തുതി സ്തോത്രവും വരത്തില്ല. വേണമോ വേണ്ടയോ എന്നും കണ്ട് പാസ്റ്റർ സ്തോത്രമോ സ്തുതിയോ അല്ലലിയായി പറയുമ്പോൾ അവർ വേണമെന്നും കണ്ട് അങ്ങനെയുള്ള ഒരു കൂട്ടര് ക്ഷീണിച്ച സ്തോത്രം അല്ലലിയ. ഇങ്ങനെയുള്ള 4 രോഗികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഈ മണ്ഡപത്തിനെ ഓരോ മണ്ഡപത്തിനകത്തും ഇങ്ങനെ 4 രോഗികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു നോക്കേ, ഈ 4 കൂട്ടരിൽ എന്നിൽ എന്തുണ്ട്? ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഞാൻ ഇവരിൽ ആരെങ്കിലും പെട്ടവരാണോ? ഒരിക്കലും അവരെ പോലെ ആകുവാൻ ഇടയാകരുത്. നമ്മളെപ്പോഴും സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ദൈവത്തിന് പ്രയോജനമുള്ള മാനപാത്രമായി ജീവിക്കുകയും ചെയ്യണം. അങ്ങനെ അവരവിടെ കിടന്നു. ആ സമയത്ത് അതിന് മധ്യതള്ളി ഒരു വ്യക്തിയാണ് ഇവൻ. ഈ 38 വർഷക്കാലമായി അവിടെ കിടന്ന മനുഷ്യന്. ആ മനുഷ്യനോട് ദൈവം ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോന്ന്. ഉടനെ അയാള് വളരെ വിഷമത്തോടുകൂടെ പറയുന്നു, വെള്ളം കലക്കുമ്പോൾ എന്നെ അതിനകത്ത് ഇറക്കാൻ ആരുമില്ല, ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് വേറൊരാൾ ഇറങ്ങിക്കഴിയും, അങ്ങനെ ഞാൻ ഇങ്ങനെ കാലം കളയുവാണ്. ആ 38 വർഷം അവിടെ കിടന്നിട്ട് ഒരു മനുഷ്യർ പോലും പോയി കർത്താവായി യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്, സത്യ ദൈവമാണ്, അവൻ വിടുതൽ കൊടുക്കുന്ന ദൈവമാണ്, അവൻ രക്ഷണ കൊടുക്കുന്ന ദൈവമാണെന്ന് ഒരുത്തർ പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തു സൗഖ്യമാക്കി നിന്റെ കിടക്കയെടുത്ത് നടക്കാന്ന് പറഞ്ഞോണ്ടേ അവൻ കിടക്കയെടുത്തോണ്ട് പോയത് ആലയത്തിലേക്കാണ്. അവൻ അങ്ങനെ പോകുന്ന വഴി ആൾക്കാരെ പിടിച്ചു നിർത്തിയിട്ട്, ഓ ഇന്ന് ശബത്താണെന്ന് അറിയത്തില്ലേ, നീ കിടക്കയെടുത്ത് എവിടെ പോവുകയാണ് എന്നും പറഞ്ഞ് അവൻ്റെ നേരെ തുടങ്ങി. ഉടനെ അവൻ പറയുന്നു, എന്നെ സൗഖ്യമാക്കിയ ആള് പറഞ്ഞു എന്നോട് കിടക്കയെടുത്ത് നടക്കാൻ. നിന്നെ സൗഖ്യമാക്കിയത് ആര്? എനിക്കറിയത്തില്ല. അവൻ പോയത് എങ്ങോട്ടാണ്? ആലയത്തിലേക്കാണ്. ആലയത്തിൽ വെച്ച് യേശു ക്രിസ്തുവിനെ അവൻ കണ്ടു. ഉടനെ യേശു ക്രിസ്തു അവനോട് പറയുന്നു, അധികം തിന്മയായതൊന്നും ഭവിക്കാതിരിക്കാൻ നീ പാപം ചെയ്യരുത്. നമ്മൾ പാപം ചെയ്യരുത്. ഒരു കാരണവശാലും
നമ്മുടെ പോകരുതാത്ത ജാഗയിൽ നമ്മൾ പോകരുത്, സംസാരിക്കാത്ത വിഷയം നമ്മൾ സംസാരിക്കരുത്, നോക്കരുതാത്ത സ്ഥലത്ത് നമ്മൾ നോക്കരുത്, നമ്മൾ ഒന്നും ദൈവത്തിന് വിരുദ്ധമായിട്ട് ഒന്നും നമ്മൾ ചെയ്യാൻ പോകരുത്. അവൻ സമ്പ്രദായത്തെ ലംഘിച്ചുകൊണ്ട് അവൻ മുൻപോട്ടു. പ്രിയ സഹോദര സഹോദരി, നമ്മൾ നമ്മുടെ സമ്പ്രദായങ്ങളെ ലംഘിക്കണം. നമുക്ക് സമ്പ്രദായങ്ങളൊന്നും വേണ്ട. നമ്മുടെ വചനം അനുസരിച്ച്, ഈ വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു ഇതനുസരിച്ച് മാത്രം നമ്മൾ മുൻപോട്ട് പോവുക. അല്ലാതെ നമ്മൾ വചനാനുസരണമാക്കി ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനും സ്വർഗരാജ്യത്തിന് അംഗമായി തീരുവാനും സാധിക്കത്തുള്ളൂ. നമ്മുടെ കർത്താവ് ഏത് സമയത്ത് വരുമെന്ന് അറിയത്തില്ല. ഏത് സമയത്ത് വന്നാലും നമ്മൾ അവനോടുകൂടെ പോകാൻ റെഡി ഉള്ളവരാണോ? നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കണം. ഇവൻ കിടന്നത് എവിടെയാണ്? ആട്ടുവാതുക്കലാണ് കിടന്നത്. ഈ ആടിന്റെ വാതിൽ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് വാതിൽ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യം. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ഹല്ലേലൂയ! ആടുകളുടെ വാതിൽ ആരാകുന്നു? എൻ്റെ യേശു ആകുന്നു. എൻ്റെ യേശു ആകുന്നു. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറിപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. പ്രിയ മക്കളെ, കള്ളൻ വരുന്നത്, നമ്മളെ സാത്താൻ വരുന്നത് നമ്മളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. എൻ്റെ യേശു വരുന്നത് നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. നമ്മൾ ഒരു കാലത്ത് ഈ സാത്താൻ്റെ ബന്ധനത്തിൽ, ഈ ഘോരിരുട്ടിൽ കടന്നവരാണ്. അവിടെ നിന്നെല്ലാം ദൈവം നമ്മളെ വിളക്ക് കാണിച്ച് ആ നല്ല വിളക്കിലേക്ക്, നല്ല വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. യേശു അവരോട് പറഞ്ഞ്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. അവൻ ആട്ടുവാതിക്കലാണ് കടന്നത്. ആ ആട്ടുവാതിൽ എന്ന് പറയുന്നത് ആടിനെയല്ല, കട്ട് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന വാതിലാണ്. അതിന് സാമ്യം എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി, എൻ്റെ രോഗത്തിനു വേണ്ടി, എൻ്റെ ശാപത്തിനു വേണ്ടി ഒരു തുള്ളി രക്തമില്ലാതെ നമുക്ക് വേണ്ടി ഒഴുക്കി മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവമാണ്. നമ്മളോടുകൂടെ ഇരിക്കുന്ന ദൈവമാണ്. നമ്മളോടുകൂടെ വസിക്കുന്ന ദൈവമാണ്. അവൻ്റെ ആലയമാണ് നമ്മൾ ഓരോരുത്തരും. അവൻ്റെ സ്വരത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ചെവി കൊടുക്കണം. ആട്ടിടയൻ്റെ സ്വരത്തിന് ആടുകളെ ചെവി കൊടുക്കും. ചെവി കൊടുത്ത് ഇവിടെ ആടുകൾ ചെവി കൊടുക്കത്തില്ല. നമ്മുടെ ബൈബിളിൽ ആടുകളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആടുകൾ അത് അവിടെ ചാടി ഇവിടെ ചാടി, അതിലെ ഓടി ഇതിലെ ഓടി, ആ മരം മുറിച്ച് ഈ മരം മുറിച്ച് നടക്കുന്നതാണ് ആട്. അതേസമയം ഇവിടെ കുരികളെന്നും പറഞ്ഞ് ആടുണ്ട്. കുരി, ചെമ്മരിയാട്. ആ ചെമ്മരിയാട് കുറുവന്റെ സ്വരത്തിന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അവനൊരു സ്വരം പുറപ്പെടുവിക്കും. ആ സ്വരത്തിന് അവിടെ നിൽക്കും. അത് പോകാൻ പറയുന്ന സ്വരം പുറപ്പെടുവിക്കും. അപ്പോൾ അത് പോകും. 10, 2000, 3000, 4000, 5000 ചെമ്മരിയാടുകൾ ഒന്നിച്ച് വലിയ പാറക്കൂട്ടം പോലെയാണ് റോഡെ പോകുന്നത് കാണുന്നത്. പ്രിയ മക്കളെ, പ്രിയ സഹോദര, നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ വാക്കിന് നമ്മൾ എപ്പോഴും വില കൊടുക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ 7-ാമത്തെ വാക്യം, രോഗി യേശുവിനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പായി മറ്റൊരുത്തൻ ഇറങ്ങുന്നു. പ്രിയ മക്കളെ, നമുക്കാരുമില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. പല അനാഥകളും വിധവകളും അനേകരും പറയുന്ന വാക്കാണ് എനിക്കാരുമില്ല, എനിക്കാരുമില്ല. നീ ഒരു ദൈവ മകളാണെങ്കിൽ, നീ ഒരു ദൈവ മകനാണെങ്കിൽ, ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്കൊരുവനുണ്ട്. അവനാണ് യേശു. അവനാണ് നമ്മുടെ യേശു. ആ യേശു നമ്മളെ കാത്തു പരിപാലിച്ച് അവൻ്റെ ഉള്ളം കയ്യിൽ നമ്മളെ വരച്ചിരിക്കുകയാണ്. അവൻ്റെ കൈ കൊണ്ട് നമ്മളെ പിടിച്ചിരിക്കുകയാണ്.
പ്രിയ മക്കളെ, ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. അതുപോലെ തന്നെ മർക്കോസ് 8-ാം അധ്യായം 24 അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്ന മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം കൂടി ദൈവം തൊടണം. നമ്മുടെ ഇടയിൽ കുറെ ക്രിസ്ത്യാനികളുണ്ട്. മാതാപിതാക്കളെ തിരിച്ചറിയത്തില്ല, മക്കളെ തിരിച്ചറിയത്തില്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അവര് ദൈവം ഒരു പ്രാവശ്യം കൂടെ തൊടണം. തൊട്ടെങ്കിൽ മാത്രമേ അവർക്ക് മാതാപിതാക്കൾ ആരാണെന്നും മക്കൾ ആരാണെന്നും തിരിച്ചറിയാനുള്ള കൃപ അവർക്ക് കിട്ടത്തുള്ളൂ. ദൈവത്തിൻ്റെ കൃപയില്ലാതെ, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ ജീവിച്ചാൽ നമ്മളെ ഒരു പ്രാവശ്യം കൂടെ ദൈവം തൊടേണ്ടി വരും. പ്രിയ മക്കളെ, യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകപ്പെടണം. അപ്പോൾ നമുക്ക് വിടുതലുണ്ട്. കിടക്കയെടുത്ത് പോയത് ദേവാലയത്തിലേക്കാണ്. ഞാനിവിടെ അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനേക രോഗികളെ ദൈവം സൗഖ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സൗഖ്യമായി കഴിയുമ്പോൾ അയ്യോ, ഞങ്ങൾക്ക് അതൊന്നും അനുസരിക്കാനുള്ള പറ്റത്തില്ല എന്നും പറഞ്ഞ് ബൈബിള് കൊണ്ടുവന്ന് തിരിച്ചു തന്നിട്ട് പോകും. വിടുതൽ വേണം എല്ലാവർക്കും. 3 വർഷം 4 വർഷമായി ചർച്ചിൽ വരുന്നവർ ഇന്നും സ്നാനപ്പെട്ടിട്ടില്ല. എത്ര പറഞ്ഞിട്ടും അവർക്ക് സ്നാനം എടുക്കാൻ ഇഷ്ടമില്ല. കാരണം എന്നു ചോദിച്ചാൽ അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. വെറുതെ അവർ വിടുതലിനായിട്ട് മാത്രം വരികയാണ്. അവർക്ക് വിടുതൽ മതി, രക്ഷയുടെ അനുഭവം വേണ്ട. അവർക്ക് സ്വർഗരാജ്യം വേണ്ട, അവർക്ക് നിത്യരാജ്യം വേണ്ട, നിത്യജീവൻ വേണ്ട. അവർക്ക് എത്ര പറഞ്ഞാലും എത്ര എടുത്താലും അവര് ദൈവത്തോട് ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളൊട്ട് ബലം പിടിക്കാനും പോകുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ നടന്ന സംഭവം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ 3-4 പേര് നിരന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ എങ്ങനെയാന്ന് ചോദിച്ചാൽ ആശീർവാദം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പോകത്തില്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, ഓരോരുത്തർക്കും വേണ്ടി. അത് പാസ്റ്റർ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അസോസിയേറ്റ് പാസ്റ്ററിൻ്റെ അടുത്ത് പോകും, അസോസിയേറ്റ് പാസ്റ്റർ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരും. അപ്പം ഞങ്ങൾ മടുത്തു പോവുകയുള്ളൂ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് ഒരു പയ്യനും ഇങ്ങനെ പോകാതെ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ അവനൊരു ആഴ്ചയ്ക്ക് മുമ്പേ അവൻ്റെ ഭാഷയൊന്നും എനിക്കറിയത്തില്ല, ഹിന്ദി ആയിരുന്നു. അവൻ ഹിന്ദി കൂടെ വിളിച്ചു കൂവി കാറി രാത്രിയല്ലേ എനിക്ക് ഫോൺ ചെയ്തു, ആൻറ്റി സൈത്താൻ 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 എന്നും പറഞ്ഞു. അവൻ കിടന്ന് കാറി. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സാത്താൻ സ്വല്പം അവൻ്റെ നിന്ന് മാറി നിന്നു. ഈ കഴിഞ്ഞ ഞായറാഴ്ച അവൻ വന്നു നിന്നു. ഉടനെ എനിക്ക് മനസ്സിലായി അവൻ്റെ ദേഹത്ത് സാത്താൻ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, നിന്റെ ശരീരത്തിൽ സാത്താനുണ്ട്, മുട്ടുകുത്താൻ പറഞ്ഞു. അയ്യോ, എൻ്റെ ദേഹത്തുനിന്ന് പോയെന്ന് പറഞ്ഞു. നീ മുട്ടുകുത്താൻ പറഞ്ഞു. മുട്ടുകുത്തി. ഞങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവന് വേണ്ടി പ്രാർത്ഥിച്ച ഉടനെ അവൻ അടിച്ചു തല്ലി വീണു. വീണിട്ട് അയ്യോ, 40 അടി അകലമുണ്ട് ഞങ്ങളുടെ സഭ. അകലം, നീളമല്ല, നീളം 95 അടിയുണ്ട്, അകലം 40 അടിയുണ്ട്. ഈ 40 അടി കൂടെ അവനങ്ങോട്ട് ഉരുളാനും ഉരുണ്ട് ബോള് പോലെ അവനങ്ങായി. ബോൾ എങ്ങനെ ചുരുണ്ട് കൂടുമോ അതുപോലെ തെറ പോലെ ഇങ്ങനെ ആയിക്കഴിഞ്ഞ് അവനങ്ങോട്ട് എടുത്തങ്ങോട്ട് ചാടിയിട്ട് അവൻ്റെ കൈ രണ്ടും ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ചീറ്റാൻ തുടങ്ങി. അങ്ങനെ അവൻ ചീറ്റാൻ തുടങ്ങി. കുറേ അങ്ങനെ കിടന്ന് ഉരുണ്ട് നീന്തി കാറി. അപ്പം അതൊന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു. ഞങ്ങളെല്ലാം, ഞാൻ പ്രാർത്ഥന വിട്ടില്ല, പ്രാർത്ഥിച്ചു ദൈവത്തോട്, കർത്താവേ ഇവനെ രക്ഷിക്കണമേ, ഈ ഭയങ്കര സാത്താൻ്റെ പ്രവർത്തനമാണ് ഇവനില്. ഈ സാത്താനാണ് നമുക്ക് ഗെറ്റ് ഔട്ട് അടിക്കുമ്പോഴേ സാത്താൻ പോകും. ഇത് ഭയങ്കര സർപ്പമാണ് ഇവൻ്റെ മേത്ത് കയറിയിരിക്കുന്നത്. ആ സർപ്പം കിടന്നുകൊണ്ട് കളിക്കുന്ന കണ്ടാൽ ആരും ഭയപ്പെടരുത്, എല്ലാവരും പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എല്ലാവരും കണ്ണുനീരോടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥന വിട്ടില്ല, ഞാൻ മുട്ടുകുത്തി, ഞാൻ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച് യേശുക്രിസ്തുവിൻ നാമത്തിൽ രാഹുലിനെ വിട്ടുപോകും.
പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അധികാരമുള്ള യേശു ക്രിസ്തുവിൻ നാമത്തിൽ രാഹുലിനെ വിട്ടുപോ. സൈത്താനെ, നിനക്ക് അവൻ്റെ മേൽ അധികാരമില്ല. അവൻ ദൈവമകനാണ്. അവൻ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന മകനും ദീക്ഷാസ്നാനം എടുത്ത് ദൈവത്തോട് ചേർന്ന മകനാണ്. നീ എങ്ങനെ അവൻ്റെ മേത്ത് വന്നു? നീ അവനെ വിട്ടുപോകണം. ആർക്കും ഒരു കഷ്ടവും കൊടുക്കരുത്, ആർക്കും ഒരു തൊന്തരയും കൊടുക്കരുത്. ഏത് ദേശത്തുനിന്ന് വന്നോ അവിടേക്ക് നീ പൊക്കണമെന്ന് പറഞ്ഞ ഉടനെ കൈ പൊക്കി അവൻ 2 കൈയും കൂപ്പിപ്പിടിച്ച് നിലത്ത് 3 പ്രാവശ്യം അടിക്കണമെന്ന് പറഞ്ഞു. നീ പോയല്ലയോ എന്ന് എനിക്കറിയണം. യേശുവേ, ഞാൻ ഇവനെ വിട്ടു പൊക്കോളാമേ എന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. പക്ഷേ യേശുവേ, ഞാനിവനെ വിട്ടു പൊക്കോളാവുന്നത് പറഞ്ഞില്ല. 3 പ്രാവശ്യം നിലത്തടിച്ചു. എനിക്കതുകൊണ്ട് സ്വല്പ സംശയമുണ്ട്, പോയോ ഇല്ലയോ എന്ന്. ഈ നാളെ അവനോട് ഈ ആഴ്ച ശുക്രവാരം ഉപവാസ പ്രാർത്ഥനയ്ക്ക് നീ വരണം. അവൻ്റെ ജോലി എന്താന്ന് ചോദിച്ചാൽ ടൈൽസ് ഇടുന്ന ജോലിയാണ്. വീടിനകത്ത് അതിടുന്ന ജോലിയാണ് അവൻ്റേത്. അത് എത്ര ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും നീ വെള്ളിയാഴ്ച ജോലി ചെയ്യരുത്, വരണം എന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. നമ്മുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തെ കൊണ്ട് മാത്രമേ മക്കളെ സാത്താനെ വിടുവിക്കാനായാലും മാട്ടമന്ത്രം വിടുവിക്കാനായാലും എന്ത് ചെയ്യാനാണേലും നമ്മുടെ ദൈവത്തെ കൊണ്ടേ സാധിക്കത്തുള്ളൂ. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. നിങ്ങളുടെ വേദനയുള്ള ഭാഗത്തൊരു കരം വയ്ക്കുക, ഒരു കരം മേളിലോട്ട് ഉയർത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എന്ത് കഷ്ടമുണ്ടെങ്കിലും, എന്ത് സംശയങ്ങളും, എന്ത് കടഭാരം ഉണ്ടെങ്കിലും, എന്തെല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്നൻ നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന മക്കളുമായിട്ട് നിന്റെ അടുത്ത് വരുന്നപ്പ കർത്താവെ, 38 വർഷക്കാലമായി ആ കുളക്കരയിൽ കിടന്ന മനുഷ്യനെ നീ സൗഖ്യമാക്കിയല്ലപ്പ. ആ ദൈവം ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വന്നിരിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രപ്പച്ച. എത്രയോ ജനങ്ങൾ ICUയിലും വെന്റിലേറ്ററിലും കഴിയുന്നപ്പ, ആശുപത്രിയിൽ കഴിയുന്നപ്പ, വീടുകളിൽ കഴിയുന്നപ്പ, അവർക്ക് നീ ഇപ്പോൾ തന്നെ വിടുതൽ കൊടുക്കണമേ. ഈ നിമിഷമേ അവരെ തൊട്ട് സൗഖ്യമാക്കണമേ അപ്പ. സൗഖ്യത്തെ അയക്കുന്ന ദൈവമേ, നീ ഇപ്പോൾ തന്നെ തൊടണമേ. അവരുടെ എല്ലാ ആവശ്യ ഭാരങ്ങളും നീ അറിഞ്ഞ് പ്രവർത്തിക്കണമേ. കടഭാരത്താൽ എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ. പരാലിസിസ് രോഗത്താല് അപ്പ, കാൻസർ രോഗത്താല് അപ്പ, ട്യൂമർ രോഗത്താല് അപ്പ, ദൈവരെ ഏതെല്ലാം വിധത്തിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ. ഹാർട്ട് പേഷ്യൻ്റ് ആകി, വാൽവുകളെല്ലാം ബ്ലോക്ക് ആകി, ഏതെല്ലാം വിധത്തിൽ കഷ്ടപ്പെടുന്നപ്പ. അവർക്ക് നീ ശാന്തി സമാധാനം കൊടുക്കണമേ, നമ്മതി കൊടുക്കണമേ. പാപത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ, രോഗത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ. കർത്താവെ, നീ ജീവിക്കുന്ന ദൈവമാണപ്പ. നീ രാജാതിരാജനാണപ്പ. നീ പ്രഭുക്കന്മാരിൽ പ്രഭുവാണപ്പ. നീ വലിയ ഡോക്ടറാണപ്പ. നിന്നുള്ള സത്യമായത് ഒന്നുമില്ലപ്പ. ഇപ്പോൾ തന്നെ നീ തൊടണമേ. പരിശുദ്ധാത്മനെ തൊടണമേ. പരിശുദ്ധാത്മനെ നീ തൊടണമേ. കർത്താവെ, എനിക്ക് ആരെയും കാണാൻ മേലപ്പ. നീ എല്ലാവരെയും കാണുന്നപ്പ. നീ കാണുന്നപ്പ. ഇപ്പോൾ തന്നെ തൊടണമേ. തൊടണമേ അപ്പച്ച, കൈവിടല്ലപ്പ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ കർത്താവേ. അപ്പ, ക്രിസ്തവിരോധികളുമേലെ നീ സംസാരിക്കണമേ അപ്പ. അവർ സത്യദൈവത്തെ കാണുവാന്, ജീവിക്കുന്ന ദൈവത്തെ കാണുവാൻ നീ ഇടയാക്കണമേ. ആരും നശിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ. നീ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ കർത്താവേ. യേശപ്പത്താ, നിനക്ക് സ്തോത്രം. തന്തയെ, നിനക്ക് സ്തോത്രം. നീ പ്രവർത്തിക്കണമേ. നീ പ്രവർത്തിച്ചിരിക്കുന്ന കൃപയ്ക്കാകി സ്തോത്രം കർത്താവേ. അപ്പ, എല്ലാ പാസ്റ്റർമാരെ, എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെ, എല്ലാ അയ്യകാരന്മാരെ നീ ആശീർവദിച്ചപ്പ. ആരും നാശമായി പോവാൻ നീ വിടല്ലപ്പ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ വിടല്ലപ്പ. നീ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. സകലവും എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി സ്വല്പം ഹെൽപ്പ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഉണ്ടെങ്കിൽ മാത്രം മതി. അതുപോലെ തന്നെ TV പ്രോഗ്രാമിന് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. ഞാൻ ആരോട് ചോദിക്കാറില്ല. കാരണം ഞങ്ങളുടെ സഭ മഴ വരുമ്പോൾ
ഷീറ്റൊക്കെ ആക്കിയതാണ്. അത് ഈ വർഷം ഞങ്ങൾക്ക് അടുത്ത വർഷം അത് കോൺക്രീറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സ്വല്പം ഹെൽപ്പ് ചെയ്ത് ഞങ്ങളെ സഹായിച്ചാൽ, ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയല്ല. ഞങ്ങൾക്ക് ആരുടെ ഒരു പൈസ പോലും വേണ്ട. പൗലോസ് കൂടാരപ്പണി ചെയ്ത് സുവിശേഷ വേല ചെയ്യുന്നത് പോലെയാണ് ഞങ്ങൾ കൂടാരപ്പണി ചെയ്താണ് ഞങ്ങൾ സുവിശേഷ വേല നടത്തുന്നത്. അത് 3 ചാനലിൽ ഞങ്ങൾക്കൊരു മാസം 75,000 രൂപയിൽ കൂടുതൽ വേണം. നേരത്തെ 1.5 ലക്ഷം രൂപ വേണമായിരുന്നു. അതിലൊരു ചാനൽ വിട്ടു. ഇപ്പം ഞങ്ങൾക്ക് 75,000-ൽ കൂടുതൽ വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഞങ്ങൾക്ക് സഹായിക്കാം. അനേകം മലയാളികൾ എന്നോട് പൈസ ചോദിക്കുകയാണ്. കഷ്ടമാണ്, കുറച്ച് സഹായിക്കാൻ പറ്റുമോ എന്ന്. ഞങ്ങൾക്കിവിടെ, ഞാൻ സ്ലം ഏറിയതല്ലേ, അവിടെ ഇവിടെ പോയി കഷ്ടത്തിലാണ് ഞങ്ങൾ വേല ചെയ്ത് അനേകരെ രക്ഷണയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ സഭയിൽ ആരും പണക്കാരോ കാശുകാരോ ജോലിക്കാരോ ഒന്നുമില്ല. എല്ലാം പാവങ്ങളാണ്. അവർക്ക് എന്തെങ്കിലും കഷ്ടം വന്നാൽ, ഇപ്പോൾ ക്രിസ്തുമസ് വരുന്നു, ക്രിസ്തുമസിന് ഞങ്ങൾക്ക് ഒരു 1.5 ലക്ഷം രൂപയിലും വേണം. 500 പേർക്ക് ആഹാരം ഉണ്ടാക്കണം, 500 പേർക്ക് പായസം വെക്കണം, കേക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജയിലിൽ വേണ്ടി എന്തെങ്കിലും കൊടുക്കണം, അനാഥ മന്ദിരത്തിൽ എന്തെങ്കിലും കൊടുക്കണം. അതുപോലെ തന്നെ വിധവകൾക്കെല്ലാം ഞാൻ വർഷം തോറും സാരി കൊടുക്കും. പ്രായമായ അപ്പച്ചന്മാർക്ക് ഡ്രസ്സ്, മുണ്ടും ഉടുപ്പും നേരിതും കൊടുക്കും. അതുപോലെ തന്നെ തന്തയില്ലാത്ത മക്കൾക്ക് അവർക്കും പാൻറ്റും ഷർട്ടും ചുടിദാറും എല്ലാം മേടിച്ചു കൊടുക്കും. അതിനു വേണ്ടിയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താൽ, നിങ്ങളെ ദൈവം സ്ഥലം പോരാത്ത വിധത്തിൽ, നിങ്ങളുടെ വീട്ടിൽ സ്ഥലം പോരാത്ത വിധത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദിവസവും സാത്താനോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. അനേകവിധമായ രോഗികൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ എഴുതി അറിയിച്ചാൽ, ഫോൺ ചെയ്ത് അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.